ഈ നീറ്റ് എക്സാം എന്ന് പറയുമ്പോൾ ഒരു വളരെ വലിയ എക്സാം ആണല്ലോ. അപ്പോൾ 25 lakh പ്ലസ് ആൾക്കാർ ചെയ്യുന്ന എക്സാം. അപ്പോൾ ആ എക്സാമിന് പോകുമ്പോൾ ടെൻഷൻ വരും. ആ ടെൻഷൻ എങ്ങനെ നമ്മൾ ഓവർകം ചെയ്യണം, പിന്നെ നമ്മുടെ ടൈം എങ്ങനെ മാനേജ് ചെയ്യണം, ഇത് പറഞ്ഞ പോലെ എന്തൊക്കെ ചെയ്യണം എന്ന് സാറെല്ലാം നല്ല കൃത്യമായി നമുക്ക് പറഞ്ഞു. അത് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. ഞങ്ങളെല്ലാം ക്രിസ്മസ് എക്സാമിൻ്റെ ഭയങ്കര ടെൻഷനിലിരിക്കുകയായിരുന്നു. പക്ഷേ സാറിൻ്റെ ഇന്നലത്തെ ക്ലാസ് കേട്ടപ്പോൾ ടെൻഷനെല്ലാം മാറിക്കിട്ടി. പെർമനന്റ് മെമ്മറിയിൽ എത്തിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വർക്കിംഗ് മെമ്മറിയിലൂടെ കടത്തിവിടണം. റോജർ സാറിൻ്റെ മോട്ടിവേഷണൽ ക്ലാസ് ഞങ്ങൾക്ക് നല്ലൊരു ഇൻസ്പിറേഷനാണ് തന്നത്. എങ്ങനെ ഒരു സ്ട്രെസ് ഫ്രീ എൻവയോൺമെൻറ്റിൽ ഇരുന്ന് പഠിക്കാമെന്ന് ഇന്നലത്തെ ക്ലാസ് കൊണ്ട് മനസ്സിലായി. ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ വേർഡ്സ് വെച്ചും ബ്രെയിനിൻ്റെ സ്ട്രക്ചറിനെ പറ്റിയും അതെങ്ങനെ പഠിച്ചാലാണ് നമുക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടിരിക്കുക എന്നുള്ളതും സാറ് പറഞ്ഞു. 10th നിന്ന് +1 വന്നപ്പം ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്നു. ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം അതിലുള്ള കണ്ടൻറ്റും ഭയങ്കര കൂടുതലായിരുന്നു. അപ്പം ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്നു. എങ്ങനെ ഒരു സ്ട്രെസ് ഫ്രീ എൻവയോൺമെൻറ്റിൽ ഇരുന്ന് പഠിക്കാമെന്നും എങ്ങനെ ടൈം മാനേജ് ചെയ്ത് പഠിക്കാമെന്നും റോജർ സാറിൻ്റെ മോട്ടിവേഷണൽ ക്ലാസ്സിൽ നിന്ന് മനസ്സിലായി. ഇവിടെ ആൽഫ ജീനിയസിൽ നമുക്ക് പഠിക്കാൻ വേണ്ടി മാത്രമുള്ള സൗകര്യങ്ങളല്ല, നമുക്ക് എങ്ങനെ നമ്മുടെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്ത് നല്ലതാക്കാമെന്നുള്ള ക്ലാസ്സസും സാർ ഇവിടെ എടുത്തു തരുന്നുണ്ട്. പിന്നെ ടൈം എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് ഇന്നലെ സാറ് പറഞ്ഞായിരുന്നു. പിന്നെ ഓവർ കോൺഫിഡൻസ് എങ്ങനെ ഓവർകം ചെയ്യാം, പിന്നെ കോൺഫിഡൻസ് എങ്ങനെ ബിൽഡ് ചെയ്യാം, അങ്ങനെയൊക്കെ ക്ലാസ്സിൽ കിട്ടിയായിരുന്നു.